ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മുടെ 2D ജോമെട്രിയിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു പാരലലോഗ്രമിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ABCD ഈസ് എ പാരലലോഗ്രാം. അപ്പോൾ ഞാൻ എന്താ ഒരു പാരലലോഗ്രാം വരച്ചു, ABCD. ഈ പാരലലോഗ്രമിൻ്റെ A എന്ന വെർട്ടെക്സ് അത് നമുക്ക് തന്നിട്ടുണ്ട് 2, 3, 5. ശരിയല്ലേ? ഇനി അതുപോലെ C എന്ന് പറയുന്ന വെർട്ടെക്സ് തന്നിട്ടുണ്ട് -3, 4, -2. ഓക്കെ. ഇത് കൂടാതെ BD എന്ന് പറയുന്ന ഡയഗണലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ BD എന്ന് പറയുന്ന ഡയഗണലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. BD എന്ന് പറയുന്ന ഡയഗണൽ ഓക്കെ അതെത്രയാ? I + 2j + 3k. ഓക്കെ. AC എന്ന് പറയുന്ന മറ്റൊരു ഡയഗണലും കൂടിയുണ്ട്. ശരിയാണല്ലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം. ഈ പാരലലോഗ്രമിൻ്റെ ഏരിയ അല്ലേ? നമുക്കറിയാം ഒരു പാരലലോഗ്രമിൻ്റെ 2 ഡയഗണൽസും ഉണ്ടെങ്കിൽ 1/2 × D1 × D2 മോഡുലസ് ഓഫ് അതല്ലേ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല. ഇവിടെ നമുക്ക് ഈ പാരലലോഗ്രമിൻ്റെ ഒരു ഡയഗണൽ D1 അല്ലേ? D1 എന്ന് പറയുന്നതിനെ ഞാൻ BD എന്ന് പറയുന്ന ഡയഗണലായിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ BD അവിടെ തന്നിട്ടുണ്ടല്ലോ, I + 2j + 3k അല്ലേ മക്കളെ D1 എന്ന് പറയുന്ന ഡയഗണൽ. ഇനി ഞാൻ D2 എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ഡയഗണലായിട്ട് എടുക്കുന്നു. എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് AC എന്ന് പറയുന്ന വെക്റ്റർ എഴുതാൻ പറ്റുമല്ലോ. പൊസിഷൻ വെക്റ്റർ ഓഫ് C മൈനസ് പൊസിഷൻ വെക്റ്റർ ഓഫ് A എടുത്താൽ പോരെ. സിയുടെ പൊസിഷൻ വെക്റ്റർ മൈനസ് എയുടെ പൊസിഷൻ വെക്റ്റർ സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ പോരെ. -3 - 2 അത് -5 ആണ്. ദെൻ 4 - 3 1 അപ്പോൾ +j കിട്ടും. അടുത്ത -2 - 5 -7k അല്ലേ വരുന്നത്. അപ്പോൾ വെക്റ്റർ D1 ഉണ്ട്, അതേപോലെ തന്നെ വെക്റ്റർ D2 ഉണ്ട്. ശരിയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് D1 × D2 വേണം. അപ്പോൾ D1ൻ്റെയും D2ൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. IJK. അതുപോലെ തന്നെ സെക്കൻഡ് റോ വരുന്നത് D1ൻ്റെ കമ്പോണൻസ് 1, 2, 3. തേർഡ് റോ വരുന്നത് D2ൻ്റെ കമ്പോണൻസ് -5, 1, -7. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -17i -8j + 11k എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ D1 × D2 ഇതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മോഡ് D1 × D2 എഴുതാമല്ലോ. മോഡുലസ് ഓഫ് D1 × D2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? √of -17ൻ്റെ സ്ക്വയർ + -8ൻ്റെ സ്ക്വയർ + 11ൻ്റെ സ്ക്വയർ അതെത്രയാ? 121 എന്ന് കിട്ടും. ഇത് ആഡ് ചെയ്താൽ √474 എന്നാണ് കിട്ടുന്നത്. നമുക്കറിയാം ഡയഗണൽ ഉണ്ടെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 1/2 × മോഡ് D1 × D2 ആണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമല്ലേ. which is equal to 1/2 × √474 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/2 × √474 ആണ്. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്.